ടെക് ട്രാവലിന്റെ മറ്റൊരു കിട്ടുക്കം വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സിംഗപ്പൂരിൽ നിന്നും തായ്ലൻഡിലേക്കുള്ള റോയൽ കരീബിയന്റെ ക്വാണ്ടം ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ ക്രൂയിസിലാണ്. നമ്മുടെ ക്രൂയിസ് സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പം മലേഷ്യയിലെ പോർട്ട് ക്ലാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ശരിക്കും എത്ര കപ്പലുകളെ ഇപ്പോൾ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തെന്നറിയാമോ? ശരിക്കും റണ്ണിങ്ങിൽ നമ്മൾ ഇതുപോലെയുള്ള ധാരാളം ചരക്ക് കപ്പലുകളെ നമ്മളിപ്പം റണ്ണിങ്ങിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഈ കപ്പലിൻ്റെ ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ അധീനതയിലുള്ള കുറേ ദ്വീപുകളും ഈ കപ്പലിൻ്റെ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ സ്ഥലങ്ങളുമാണ്. നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം ചെറിയ രീതിയിലൊരു മഴക്കാറും മറ്റുമൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് അറിയത്തില്ല. ഇവിടെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ബോട്ടുകളാണ്. കണ്ടോ, ലൈഫ് ബോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിന് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ചെറിയതും വലുതുമായ കപ്പലുകളാണെന്നറിയോ നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത്. മിക്കതും പല വഴിക്ക് പല റൂട്ടിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അടിപൊളി ഒരു സംഭവം കേട്ടോ. ക്രൂയിസ് ഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നേരിട്ട് കണ്ടിട്ടും അതേപോലെ തന്നെ കയറി ഒന്ന് കണ്ടിട്ടുമേ ഉള്ളൂ. ഇപ്പോഴാണ് ആദ്യമായിട്ട് ക്രൂയിസ് ഷിപ്പിൽ നമ്മളൊന്ന് യാത്ര ചെയ്യുന്നൊരു അനുഭവം കിട്ടുന്നത്. ഈ ഭാഗത്ത് ഇപ്പം മഴയൊക്കെ ഇങ്ങനെ മഴക്കാർ വരാനായിട്ട് ഇങ്ങനെ മൂടി നിൽപ്പുണ്ട്. ചെറുതായിട്ടൊരു ഡ്രസ്ലിംഗ് ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ മേളിലേക്ക് കാണുന്നതൊക്കെ മറ്റ് റൂമുകളും മറ്റ് നിലകളും ഒക്കെയാണ്. 14 നിലകൾ വരെ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും മേളിൽ. അതിനകത്ത് 7ാമത്തെ നിലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ താഴേക്ക് ഇത് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. പക്ഷേ ഇതിൻ്റെ താഴെ വീണ്ടും എന്താ പറയുക 6ഉം 7ഉം നിലകൾ ഇതിൻ്റെ താഴെയുണ്ട്. ഭയങ്കര സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5000-ലധികം ആളുകൾ അറ്റ് പ്രസൻറ്റ് ഈ കപ്പലിനുള്ളിലുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഈ കാണുന്നതൊക്കെ മറ്റ് റൂമുകളുടെ ബാൽക്കണിയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നതൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആക്ച്വലി ഇൻ്റർനെറ്റ് പാക്കേജ് എടുത്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കപ്പലിലും ഇൻ്റർനെറ്റ് അവൈലബിൾ ആവും. യൂട്യൂബൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ വീഡിയോ ഒക്കെ പ്ലേ ആവുന്നുണ്ട്. അപ്പം ഓൺ ദ ഗോ തന്നെ നമുക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇൻ്റർനെറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 4 ദിവസത്തേക്ക് ഏകദേശം 5000 രൂപയാണ് ഒരു ഡിവൈസിന് നമുക്ക് ഇൻ്റർനെറ്റിന് കൊടുക്കേണ്ടത്. ഒരു ദിവസത്തേക്കാണെങ്കിൽ $25 ആ റേഞ്ചിൽ എന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇവിടെ കപ്പലിനുള്ളിൽ ഞാനൊരു 8-10 എപ്പിസോഡ് ചെയ്താലും തീരാത്തത്ര കാഴ്ചകൾ ഈ ഒരു കപ്പലിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനക്കകത്ത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് നമുക്ക് ഡിന്നറിന് പോകണം. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഓരോ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ റൂമിലുള്ള കോമ്പസ് എന്ന് പറഞ്ഞ ആ ഒരു മാഗസിൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഫ്ലെറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം എന്നുള്ളതാണ്. രാവിലെ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടാണ്. നമ്മൾ പൂളിൽ പോയപ്പോഴത്തേക്കിനും പൂൾ ഡെക്കിലാണെങ്കിൽ ഒരു 7-8 സ്വിമ്മിംഗ് പൂളുകളുണ്ട്. അതിനകത്തൊക്കെ ആൾക്കാരിങ്ങനെ അടിച്ച് പൊളിച്ച് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാൽക്കണിയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഈ കാഴ്ചകൾ ഈ എന്താ പറയുക കടലിലൂടെയുള്ള ഈ ഒരു യാത്ര കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാട്ടോ. അത് ഒന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ക്രൂയിസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതും ക്രൂയിസ് ചെയ്യുമ്പോഴത്തേക്കിനും ഒറ്റയ്ക്കോ 2 ആളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും. ചിലപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിച്ച് പൊളിച്ച് നമുക്ക് പലതരത്തിൽ എൻജോയ് ചെയ്യാം. ഭയങ്കര ഒരു ഭംഗിയാട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്നാൽ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ക്രൂയിസ് എന്ന് പറയുന്നത്. കപ്പൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വെള്ളം ബാക്കിലോട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ തിരയടിച്ച് മാറുന്നതും ഇത്രയും വലിയ ഭീമാകാരമായ ആ കപ്പൽ ഇത്രയും വേഗതയിൽ ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്കിനും നമുക്കത് ഒട്ടും മനസ്സിലാവില്ല. ശരിക്കും നമ്മളൊരു 5-സ്റ്റാർ ഹോട്ടൽ റൂമിലിരിക്കുന്ന ആ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴത്തേക്കിനും. ഒരു ചെറിയ അനക്കമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എന്ത് കിട്ടുക്ക സംഭവം എന്നറിയോ നമുക്ക്. റൂമിലിരുന്ന കിട്ടുന്ന ഈ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ ഗ്ലാസ്സിലൂടെ കാണുന്നത്. എന്ത് ഭംഗിയുള്ള സാധനം. എനിക്കത് സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കിനും മാനക്ക് അവിടെ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുകയാണ്. പാവം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. നല്ല രീതിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാനക്ക. നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടില്ലേ, കിട്ടുക്ക സംഭവം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇവിടുന്ന് ശരിക്കും ഒരു ഓവർനൈറ്റ് യാത്രയാണ് നമ്മൾ മലേഷ്യയിലേക്കുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ വൈകിട്ട് 5 മണി ആയപ്പോഴത്തേക്കിനും സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നാളെ രാവിലെ 10 മണിയോടടുപ്പിച്ച് ആണ് നമ്മൾ മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിലെത്തുന്നത്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പുറത്തിറങ്ങി നമുക്ക് സൈറ്റ് സീയിങ്ങിനും മറ്റുമൊക്കെ പോകാം. വൈകിട്ട് 5 മണി വരെ 6 മണി വരെ എന്തോ സമയമുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. കാരണം
മലേഷ്യയിൽ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല അത്രയും ചെറിയ സമയം കൊണ്ട് നമുക്ക് മലേഷ്യയിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കാണാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മൾ പക്ഷേ ഫുക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഫുക്കറ്റിൽ നമ്മളൊരു സൈറ്റ് സീയിങ്ങിനായിട്ട് പോകുന്നുണ്ട്. അതൊരു ഫുൾ ഡേ നമുക്ക് ഫുക്കറ്റിൽ കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ ഫുക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ ഇതുവരെ ഫുക്കറ്റ് പോയിട്ടുമില്ല. അതാണ് നമ്മളുടെ പരിപാടി. നമുക്കിവിടെ ബാൽക്കണി റൂമിൽ ഈ ബാൽക്കണിയുടെ കതക് അടച്ചിട്ടാൽ മാത്രമേ ഈ AC വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അടച്ചിങ്ങനെ ലോക്ക് ചെയ്തിട്ടാൽ മാത്രമേ AC വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ AC വർക്ക് ചെയ്യില്ല എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അതേപോലെ വർക്ക് ചെയ്യുന്നുമില്ല കേട്ടോ. ഉറങ്ങി കിടന്ന മാനുക്ക എണീറ്റ് മാനുക്ക ഉറങ്ങിയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കൂർക്കമലിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാൻ കൂർക്കമലി മ്യൂട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. ഡിന്നർ കഴിക്കാനായിട്ട് ഇതിനകത്ത് ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മൾ എവിടെയാണ് പോകുന്നത്? വിൻജാമർ മറ്റേ 14th ഫ്ലോറിലെ പൂൾ ഡെക്ക് അല്ലേ? പൂളിന്റെ അവിടെ. പൂളൊക്കെ രാത്രി 11 മണി വരെയൊക്കെ ഓപ്പൺ ആണ്. നമുക്ക് ഇന്ന് പൂളിൽ ചാടണോ? വേണ്ട അല്ലേ, നാളെ ചാടാം. കപ്പലിലെ പൂളൊക്കെ ചാടണ്ടേ, വെറൈറ്റി ആയിരിക്കും. അവിടെ എന്തൊക്കെയോ സിനിമ ഷോ, എന്തൊക്കെയോ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് പോവാം. റൂമിന്റെ കതക് ഹലോ റൂമിന്റെ കതക് പുറത്തോട്ടാ തുറക്കുന്നത്, അകത്തോട്ടല്ല. അപ്പൊ എല്ലാവരും ഡിന്നറിന് പോവാണ്. ചാവി എടുത്തോ ഇല്ല, ഇപ്പൊ അടഞ്ഞു പോയനെ. അടഞ്ഞു പോയിട്ടില്ലെങ്കിലേ പിന്നെ പണിയാവും. എൻ്റെ അതും കൂടെ എടുത്തേക്ക്. ഇല്ലെങ്കിലേ നമ്മൾ കപ്പലിൽ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ സീ പാസ് എന്ന് പറഞ്ഞ സാധനം കയ്യിലെടുക്കണം. അത് എല്ലാവരും ഇൻഡിവിജ്വലി എടുക്കണം. കാരണം ചില സ്ഥലത്തൊക്കെ ഈ സാധനം ഉണ്ടല്ലോ എൻട്രി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സാധനം മറന്നു കഴിഞ്ഞാൽ പണിയാവും. ഇത് നഷ്ടപ്പെട്ട് പോലും പണിയാവും. പിന്നെ വൈകിലൊന്നും റൂമിൽ വരണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ സുഹൃത്തിനെ നോക്കേണ്ടി വരും. അതെ അതെ. അപ്പോൾ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഉഷാറായി. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം. എല്ലാവരും ഡിന്നർ കഴിക്കാനുള്ള പോക്കാന്ന് തോന്നുന്നു അല്ലേ? നമുക്കും ചാടി കയറിയേക്കാം. രണ്ടാമത്തെ നില മുതൽ 15ാമത്തെ നില വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ ലിഫ്റ്റിൽ. ഇതിൻ്റെ 14th ഫ്ലോറിലാണ് നമ്മുടെ വിൻജാമർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ടൈമിംഗ് ഉണ്ട്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ലഞ്ചിന് 3 മണി വരെയും ഡിന്നർ 5 മുതൽ 9 മണി വരെയും. 9 മണി വരെ ഉള്ളല്ലേ? ആഹാ. അപ്പോൾ നമ്മൾ വിൻജാമറിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ബൊഫേ അല്ലേ ഇവിടെ ഫുള്ള് അല്ലേ? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫൈൻ ഡൈനിങ്. യെസ് താങ്ക് യു. ഉണ്ടോ? നമ്മുടെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. പ്രത്യേകത എന്താ? നമ്മുടെ കയ്യിലുള്ള 99% അണുക്കളെ കില്ല് ചെയ്യാൻ എന്താ പറയുക, കെൽപ്പുള്ളൊരു സാധനമാണ് നല്ല ഹാൻഡ് വാഷുകൾ. നല്ല ഈ സാധനങ്ങൾ ഇത് തന്നെ ചാത്തനൊക്കെ കിട്ടും, അതിൽ കാര്യമില്ല. ഇതിനകത്ത് എവിടെ നിന്ന് തുടങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. കാരണം അതുപോലെ ഫുഡ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഞാൻ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനൊന്നും കാണിക്കണ്ടല്ലോ. വെജിറ്റബിൾസ് ഇഷ്ടംപോലെ ലീഫ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ എന്താ പറയുക ഇലവർഗ്ഗങ്ങളായിട്ടുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലേറ്റും നൈഫും ഫോർക്കും അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സലാഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ള സാധനമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സലാഡ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് ഗ്രിൽ ചിക്കൻ, ഒലീവ്സ് അങ്ങനെ ഒത്തിരി സാധനമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്കെടുത്ത് സലാഡ് ഉണ്ടാക്കി എടുക്കാവുന്നുള്ള ഒരു സജ്ജീകരണം ഇവിടെ ലഭ്യമാണ്. ഇതിങ്ങനെ ഓരോ സൈഡിലും വെച്ചിരിക്കുകയാണ്. ഇവിടെ മൊത്തം സലാഡ്സിൻ്റെ ഏരിയ ആണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെ സ്വീറ്റിൻ്റെ ഏരിയ, ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. കുറേയധികം എന്താ പറയുക റോൾസും ബൺസും അതേപോലെ കുറേ സംഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പേര് വായിച്ച് നോക്കി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും തീരൂല അല്ലേ? ഒരു വലിയൊരു സ്വീറ്റ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക്. ഇത് സ്വീറ്റാണ്, മിക്സഡ് ഫ്രൂട്ട് കേക്കാണ് ആക്ച്വലി. ഇത് ഒരു വലിയൊരു കേക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇത് സംഭവത്തിന് ചേരും. ഹായ് ഹലോ. അതിൻ്റെ മേളിൽ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. കണ്ടോ? കഴിക്കാമല്ലോ. വെരി സ്മോൾ. യെസ്, വെരി സ്മോൾ. താങ്ക് യു. ഷിപ്പിലെ ഫുഡിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അടിപൊളിയായിരിക്കും. എൻ്റെ കീറ്റോ മൊത്തത്തിൽ പൊളിഞ്ഞ്. ഇന്ന് രാവിലെ ഇഡ്ഡലിയും ദോശയും തന്ന് മാനുക്ക എൻ്റെ കീറ്റോ മുടക്കി. എന്തായാലും ഞാൻ ഇത്രയും ദിവസം ചെയ്ത എഫേർട്ട് എൻ്റെ ശരീരത്തിൽ കണ്ടു തുടങ്ങിയതാണ്. പക്ഷേ കീറ്റോ ബ്രേക്കായി എന്നുള്ളതാണ്. കീറ്റോ ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും, പക്ഷേ വീണ്ടും ഇറ്റ് ടേക്സ് ടൈം. കുറേയധികം സമയം എടുക്കും വീണ്ടും ആ ഒരു കീറ്റോസിസിലേക്ക് ശരീരം വരാനായിട്ട്. കുഴപ്പം. എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് കീറ്റോ ബ്രേക്ക് ചെയ്തു. ഞാൻ വീണ്ടും നാളെ മുതൽ വീണ്ടും കീറ്റോ തുടങ്ങാൻ പോവാണ്. വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ക്രൂയിസിന് ഇറങ്ങുമ്പോൾ ഇല്ല അത് പറ്റില്ല. കാരണം എനിക്ക് നമ്മുടെ സിംഗപ്പൂർ റോഡ് ട്രിപ്പ് പോകുന്നതിന് മുന്നേ എനിക്ക് 70 കിലോ ആക്കണം എൻ്റെ വെയിറ്റ്. അത് ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യും. എന്തായാലും യാത്ര പോകുമ്പോഴത്തേക്കിനും 5-6 കിലോ കൂടും. 5-6 അതിന് മേലെ കൂടും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കാര്യങ്ങളെ കുറച്ചിട്ട് പോകാം. അപ്പോൾ ഇന്ന് എന്തായാലും കീറ്റോ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാൻ നന്നായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാം.
ആവശ്യത്തിനുള്ളെടുത്ത് ഇന്നൊരു ദിവസം ഞാൻ കഴിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മധുരപ്രിയരായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ മധുരം ഒട്ടും പ്രിയനല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്കിത് കണ്ടാൽ വലിയ ആകാംക്ഷയൊന്നും തോന്നില്ല. പക്ഷേ ശ്വേതയെ സംബന്ധിച്ച് ശ്വേതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം. ഈ കുക്കീസൊക്കെ ശരിക്കും എന്ത് ടേസ്റ്റാണെന്നറിയാം. ഞങ്ങൾ വൈകിട്ട് ചായ കുടിക്കാൻ നേരം ഓരോ കുക്കി കഴിച്ചായിരുന്നു. ലെമൺ കപ്പ് കേക്ക്, പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ് ബാർ, പിന്നെ റാസ്ബെറി ചിഫൻ, അങ്ങനെ കുറേ സാധനങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഓരോ ഭംഗിക്ക് വേണ്ടി പോലും കുറേയധികം കാര്യങ്ങൾ ഇവിടെ മേളിലും താഴേക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വീറ്റ്സ് എന്ന് പറയാനായിട്ട് അത്രയധികം വെറൈറ്റി വിഭവങ്ങളാണ്. നമുക്ക് ഒരു ഹോട്ടലിലും കാണത്തില്ല ഇത്രയധികം എന്താ പറയുക ഭക്ഷണ വിഭവങ്ങൾ. ലെമൺ കപ്പ് കേക്ക്, ലൈം കപ്പ് കേക്ക്, പിന്നെ ക്യാരറ്റ് കപ്പ് കേക്ക്, ചോക്ലേറ്റ് കപ്പ് കേക്ക് തന്നെ വ്യത്യസ്ത ഇനത്തിൽ, വാനില കപ്പ് കേക്ക്, വെൽവെറ്റ് കപ്പ് കേക്ക്, എന്തൊക്കെയാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് നോക്കി. ഇനി വീണ്ടും തീരുന്ന മുറയ്ക്ക് വീണ്ടും ഉണ്ടാക്കി അങ്ങ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ വിഭവങ്ങൾ തീരുന്നില്ല. ഇനി നമുക്ക് നൂഡിൽ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത്. നൂഡിൽ സ്റ്റേഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള നൂഡിൽസുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെജിറ്റബിൾ ബ്രോത്ത് ആൻഡ് ചിക്കൻ ബ്രോത്ത് ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നതിനനുസരിച്ച്, നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഏത് തരത്തിലുള്ള നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഇവർ പ്രിപ്പയർ ചെയ്ത് തരും. ഈ ചേച്ചിയാണ് കേട്ടോ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. കൊള്ളാം ഉണ്ടോ? നമുക്ക് വേണ്ട രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു തരും. നല്ല അടുക്കും ചിട്ടയായിട്ട് സംഭവം വാഴയിലയുടെ മേളിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ. നൂഡിൽസ് ആണോണ്ട് ചൈനക്കാരെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെ അവർ പ്രിപ്പയർ ചെയ്യുന്ന രീതി ഉണ്ടോ നോക്ക്. ഹായ്, ഹലോ, ഗുഡ്. ചൈന. ഓ, അപ്പൊ ചൈന നൂഡിൽസ് ആണ്. അതെ ചൈനക്കാരിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇവിടെ ചൈനീസ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് കഴിച്ചാ കുളിച്ച് ഫ്രഷ് ആയി വന്നേ ഉള്ളൂ. ഓരോ സെക്ഷനിൽ ഇത്തരത്തിൽ എന്താ പറയുക ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ ഭക്ഷണം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം മൊത്തം 4-5 ദിവസം നമ്മൾ ഇതിനകത്ത് താമസിച്ചാൽ പോലും, 4-5 തവണ ഡിന്നറിന് വന്നാൽ പോലും ഇത് മൊത്തം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം അത്രയധികം ഭക്ഷണ വിഭവങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു സലാഡ് ബാറാണ്. ഇവിടെ കുറേയധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഒലീവ്സ്, പിന്നെ അതേപോലെ തന്നെ ബേക്കൺ, പിന്നെ മൊസറല്ല സലാഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒലീവ് ഓയിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അസോർട്ടഡ് ചീസ് കണ്ടോ നോക്ക്. അസോർട്ടഡ് ചീസ്, കട്ടിക്കിരിക്കുന്ന ചീസ് കണ്ടോ നോക്ക്. നല്ല ചീസ് ഇരിക്കുന്നുണ്ടല്ലേ കണ്ടോ. ചീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് 1.5 ചീസ് ഇതാണ്. ചീസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുക, അവർ പ്രിപ്പയർ ചെയ്ത് തരുകയോ ചെയ്യും. പലതരത്തിലുള്ള ചീസുകൾ നമുക്ക് പല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് പോർക്ക് റിബ് സൂപ്പാണ്. പോർക്കാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ. ഇഷ്ടം പോലെ പോർക്കിൻ്റെ വിഭവങ്ങൾ ഞാൻ കണ്ടു ഇവിടെ. അതേപോലെ തന്നെ പോർക്ക് കൊണ്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ്. ഇതിൻ്റെ ഒന്നും പേര് പോലും എനിക്ക് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അതുപോലെ വ്യത്യസ്തമായ സാധനങ്ങളാണ്. ഇതൊക്കെ മിക്കതും ചൈനീസ് വിഭവങ്ങളാകാനാണ് സാധ്യത. ഇനി നമുക്ക് മറ്റൊരു സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലേവേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ നമുക്ക് വേണ്ട, അതായത് നമുക്കൊക്കെ കഴിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സംഭവം എഴുതിയിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട്, പിന്നെ നമ്മളുടെ ബസ്മതി റൈസ് ഉണ്ട്, പിന്നെ എന്താ പറയുക ബ്രോക്കോളിയുടെ ഒരു ഡിഷ് ഉണ്ട്. ഇതൊരു ചൈനീസ് സ്റ്റൈൽ പ്രിപ്പറേഷനിലുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അത് പോർക്ക് മിക്സഡ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ എന്നൊക്കെ പറയുന്ന പോലെ ഇത് സ്വീറ്റ് ആൻഡ് സോർ പോർക്ക്, അതാണ് ഈ കാണുന്നത്. സ്വീറ്റ് ആൻഡ് സോർ പോർക്ക്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ പോർക്ക് കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങളാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം. ഫുള്ള് പോർക്കാണ്, പോർക്കിൻ്റെ കളികളാണ് ഇതിനകത്ത്. ഇവിടെ റോസ്റ്റഡ് ബീഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇത് നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പോകാം. റോസ്റ്റഡ് ബീഫ്, അതും നല്ല കളറൊക്കെ കൊടുത്ത് നല്ല കളർഫുള്ളായിട്ട് ആ ഒരു പ്രസൻറ്റേഷനിലാണ് ഒരു പരിധിവരെയൊക്കെ കാര്യങ്ങളിരിക്കുന്നത്. ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന വെപ്പേ പലതരത്തിലുള്ള സോസുകൾ വെച്ചിരിക്കുന്നു. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ബേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സംഭവം നമ്മൾ കാണുന്നത്. ബേക്ക് പൊട്ടറ്റോ, പിന്നെ സ്വീറ്റ് ആൻഡ് സോർ പോർക്ക് വീണ്ടും ഇപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷിൻ്റെ 1-2 കറികൾ നമുക്ക് കാണാം.
ഇത് ഗ്രിൽഡ് ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ്റെ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കറി പോലത്തെ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിൾ ടോർട്ടിലാസ്, പിന്നെ സുക്കോട്ടാഷ്, ഗ്രാറ്റൻ പൊട്ടറ്റോ, അങ്ങനെ പൊട്ടറ്റോ കൊണ്ടുള്ള കുറേ വിഭവങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാം. ഭക്ഷണത്തിനൊപ്പം നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള മോക്ടെയിൽസും അതേപോലെ തന്നെ ചായ, കോഫി, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തെടുത്ത് കഴിക്കാൻ സാധിക്കും. ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ലിക്കർ മാത്രം വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി, അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ പലതരത്തിലുള്ള വിഭവങ്ങൾ കണ്ടു, ഇൻ്റർനാഷണൽ, ചൈനീസ്, കുറേ സംഭവങ്ങൾ. ഇനി അതൊന്നും വേണ്ട, എനിക്ക് മറ്റെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബർഗറുകളും ജങ്ക് ഫുഡുകളും അതുപോലുള്ള എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഷെഫുണ്ട്. ഇവിടെ ഷെഫ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ബർഗറുകൾ നമുക്കിവിടെ കാണാം. ബീഫിൻ്റെ, പിന്നെ ബീഫ് ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ ബീഫ് ബർഗർ ഉണ്ട്, പിന്നെ ചിക്കൻ ബർഗർ ഉണ്ട്, ചിക്കൻ ടെൻഡേഴ്സ് ഉണ്ട്, ബീഫ് ഹോട്ട് ഡോഗ്സ് ഉണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ, തക്കാളിയും ടൊമാറ്റോയും ബാക്കിയുള്ള സംഭവങ്ങളും ബർഗറിനുള്ളിൽ വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ട കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ബർഗർ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ഈ ഒരു കൗണ്ടറിൻ്റെ പ്രത്യേകത. അവിടെ അകത്ത് ഷെഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ചിക്കൻ ടെൻഡേഴ്സ് ആണ് ഇപ്പം വറുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഷിപ്പിലെന്നല്ല, നമ്മൾ ഒരുമാതിരിപ്പെട്ട ഏതൊരു വലിയൊരു ഹോട്ടലിലോ എവിടെയെങ്കിലും പൊതുവേദികളിലൊക്കെ പോവുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നമ്മളിപ്പം ധാരാളം ഭക്ഷണങ്ങൾ എടുക്കും. നമ്മളൊരു സാധനം എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് നമ്മളത് കഴിച്ചതിന് ശേഷം ആ പ്ലേറ്റും കൊണ്ട് വീണ്ടും സാധനം എടുക്കാനായിട്ട് പോകരുത്. നമ്മൾ അതവിടെ വെച്ചിട്ട് വേറെ പ്ലേറ്റ് എടുത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ആ പ്ലേറ്റ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കിനും നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എന്തായാലും അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത് എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ സാധനം പാഷൻ ഫ്രൂട്ട്, പിന്നല്ലാതെ നല്ല മധുരമായിരിക്കും അതിന്, ഉറപ്പല്ലേ? പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്. അതും നല്ല അടിപൊളി ക്വാളിറ്റി മുന്തിരിയാണ്. കണ്ടോ, കുരുവൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി മുന്തിരിയാണ്. അത് കണ്ടാൽ അറിയാതെ. പച്ച കളറിലെ ആപ്പിള്, പിന്നെ ഓറഞ്ച്, എന്തൊക്കെ സാധനങ്ങളല്ലേ. ഇതിപ്പോൾ കൊണ്ടുവന്ന് മുറിച്ച് വെച്ചതാ. ശരിക്കും ഫ്രൂട്ട്സിൽ ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയല്ലേ, ഭയങ്കര കളർഫുൾ ആണല്ലോ ഈ സാധനം. ഡെസേർട്ട്സ് എന്ന് പറയുന്ന സംഭവം എത്ര ഉണ്ടാക്കിയാലും തീരില്ല എന്നല്ല, എത്ര കണ്ടാലും തീരില്ല എന്നാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇവിടെ ധാരാളം ഡെസേർട്ട്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൈവ് പ്രിപ്പയർ ചെയ്ത് അന്നേരം തന്നെ തീരുന്ന മുറയ്ക്ക് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ചിക്കൻ്റെ ഒരു സാധനമാണ് ഇതുണ്ടോ, ചിക്കൻ പിക്കാട്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ എന്തോ ഒരു ഗ്രേവിയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇരിക്കുന്നത് പോർക്ക് പിക്കാട്ട, എഗ് പ്ലാന്റ് പർമിജിയാന. ഇത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ പേരൊക്കെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റാലിയൻ വിഭവങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് നമ്മളിപ്പം കണ്ട ഈ പിക്കാട്ടയും അതും ഇതുമൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പാസ്ത വിത്ത് ക്രീം സോസ്, ലസാന അൽ ഫോണോ. ഇതെന്തായിരിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് എനിക്ക് അറിയത്തില്ല, എഴുതി വെച്ചിട്ടില്ല, നമുക്ക് ചോദിക്കണം. പിന്നെ പാസ്ത വിത്ത് പെസ്തോ സോസ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് തിന്നാൻ സമയം ഉണ്ടാവുമോ, റെസ്റ്റോറൻറ്റ് അടച്ചു പോകുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ ഭയം. കാരണം എനിക്കിത് ഷൂട്ട് ചെയ്ത് തീരുന്നില്ല. ഇവിടുത്തെ സെറ്റപ്പ് കണ്ടിട്ട് ഇതൊരു ഇന്ത്യൻ ഏരിയ ആണെന്ന് തോന്നുന്നു. നമ്മൾ ധാരാളം ഇന്ത്യൻസ് ഈ കപ്പലിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇന്ത്യൻ വെജിറ്റേറിയൻ കോർണർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഏരിയ കാണാം. സ്വാഭാവികമായിട്ടും അവിടെ നല്ല ഇടിയുണ്ട്, നല്ല തിരക്കുണ്ട്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യക്കാർ ഫുള്ള് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് വേണ്ട ചായ, കോഫി, മസാല ടീ, ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. ഇന്ത്യൻ ഫുഡിന് വേണ്ടി സെപ്പറേറ്റ് വേറൊരു ബൊഫെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. വെജിറ്റേറിയൻ കൗണ്ടറാണ്. ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചേ ഫുൾ ആ ഒരു ഇന്ത്യൻ തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ട, അടിപൊളി. ലൈറ്റ് ആൻഡ് സ്വീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഏരിയ നമുക്കിവിടെ കാണാം. ഇതും സ്വീറ്റ്സിൻ്റെ തന്നെ സെക്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്ട് ഇവിടെ ആളുകൾ എന്തൊക്കെയോ ചെയ്ത് പ്രിപ്പയർ ചെയ്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇത് എന്താണ്, ഇത് തീരണില്ലേ, ഒരു വഴിക്ക് അടങ്ങുന്നില്ലല്ലോ. ഇത് അതുപോലെ സാധനങ്ങളാണേ. കപ്പലിൽ എന്തായാലും നിറച്ച് ഇന്ത്യക്കാരുള്ളതുകൊണ്ടായിരിക്കും ഇന്ത്യൻ ഫുഡ് കാര്യമായിട്ട്. കാരണം നോർമലി ഇങ്ങനെയുള്ള കപ്പലുകളിൽ ഇന്ത്യൻ ഫുഡ് പൊതുവെ കുറവായിരിക്കും, ഇന്ത്യക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ കപ്പലിൽ നമ്മൾ തന്നെ കാണാം, നമുക്ക് ധാരാളം ഇന്ത്യൻസ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്, പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പം അവർക്ക് ഭക്ഷണം വേണമല്ലോ. അപ്പോൾ അവരുടെ ഭക്ഷണം അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇന്ത്യൻ ഫുഡ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇപ്പോൾ റോയൽ കരീബിയൻ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് രസം. മിക്സഡ് പിക്കിൾ, ആഹാ. നമുക്ക് വേണ്ട അച്ചാറ്, ചന,
ചന മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ അതേപോലെ കുറേ പച്ചക്കറികളും സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം എന്തോരം വ്യത്യസ്ത വിഭവങ്ങളുടെ ഭക്ഷണം കണ്ടു അല്ലേ? എന്നാലും നമ്മൾ ഇന്ത്യക്കാര് നമ്മുടെ ചോറും പരിപ്പും അതും ഇതും മാത്രമേ കഴിക്കുള്ളൂ. കപ്പലിൽ വന്നാലും നമ്മൾ ഇന്ത്യക്കാർ ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ. ശരിക്കും കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ അല്ലേ? വ്യത്യസ്ത ഫുഡുകൾ നോക്കാം. ഇപ്പൊ ഞാനൊക്കെ കൊതിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട്. കാരണം നമ്മളിങ്ങനെ യാത്രകളിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കിനും ഒരു അടുപ്പിച്ചൊരു 2-3 ആഴ്ചയൊക്കെ വേറെ വിഭവങ്ങൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ടൊരു കൊതി വരും. ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കപ്പൽ കയറാനായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത് നല്ല തിരക്കല്ലേ? നല്ല തിരക്കാണ്. അവിടെ പുറകെ ഇടിയാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഇവിടെ ചോറ് പിന്നെ ചോറ് മാത്രമല്ല, ഇത് പുലാവാണോ ബിരിയാണിയാണോ? പുലാവാണെന്ന് തോന്നുന്നു. ഇത് പനീറും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടൊരു കറി. ഇത് നമ്മുടെ മറ്റേ രാജ്മയാണെന്ന് തോന്നുന്നു സംഭവം കണ്ടിട്ട്. ഇത് വഴുതനങ്ങയുടെ ഒരു ഫ്രൈ. ദാലൊക്കെ വേണ്ട വടിച്ച് തൂത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കിനും എന്തോ ഒരു റൊട്ടി. ഇനി എന്തായാലും നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കാം. ഇനി ഞാൻ കഴിക്കുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ എന്തിനാണ് ഞാൻ കഴിക്കുന്നതൊന്നും കാണിക്കുന്നത്? കാരണം സാധനമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇടക്കിടക്ക് ഇതേപോലെ അത് മാത്രമല്ല, കാണിക്കാൻ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുകയല്ലേ? യെസ്. നേരത്തെ നമ്മൾ കണ്ട റോസ്റ്റ് ബീഫിൻ്റെ വലിയൊരു കഷ്ണം വന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു കഷ്ണം ബീഫ് ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അതേപടി എനിക്ക് തോന്നും വലിയ കഷ്ണത്തിൽ മുറിച്ച് അതെങ്ങനെയൊക്കെയോ വറുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നൊരു സാധനമാണ്. ഇതെങ്ങനെ വറുത്ത് എങ്ങനെ റോസ്റ്റ് ചെയ്തു എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കുന്നത് ഞാൻ എടുത്തില്ല. കാരണം അത് പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഭക്ഷണം എല്ലാം ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഞാനിനി ഫുഡ് കഴിക്കുന്നതും കൂടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഒന്നാമത് ഞാൻ കീറ്റോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കീറ്റോ മൊത്തത്തിൽ ഇന്നത്തെ കുളമായി. അത് വിട്ടേക്ക് സാരമില്ല. ഞാൻ എന്തായാലും നാളെ രാവിലെ മുതൽ ഞാൻ ബാക്ക് ടു വീണ്ടും പ്രയത്നം ആരംഭിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. 4 ദിവസത്തിന് എടുക്കണ്ട. വലിയ തീരുമാനങ്ങളൊന്നും 4 ദിവസത്തിന് എടുക്കണ്ട. ഇല്ല, ഞാൻ എടുക്കും തീർച്ചയായും. ഞാൻ ഇന്ന് ഒന്ന് ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വിൽ പവർ എന്ന് പറഞ്ഞൊരു സംഭവം വേണമല്ലോ. നമുക്ക് ഇതിൽ കയറി പോലെ വേണമല്ലോ. അപ്പം നമ്മൾ ഷിപ്പിൻ്റെ ഏറ്റവും മുകളിൽ, അല്ലാതെ 15ാമത്തെ നിലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വാവ്, കൊള്ളാലോ. ഇങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ? തകർത്തത്. രാത്രിയിലോ പകലെന്നോ എന്നുള്ളൊരു ചിന്ത കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാരിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു പകൽ സമയത്തായിരിക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ തരിക. ഇതും മിക്കവാറും ഇതിനകത്ത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എവിടെ പോയാലും നമുക്ക് ബാറും മറ്റ് സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് രസമേ. രാത്രിയിൽ ശരിക്കും കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലേഷ്യക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇത്ര കലാപരിപാടികളും മറ്റൊക്കെ നടക്കുന്ന കണ്ടില്ലേ? ഇവിടെ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ അകത്ത് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിംസാണ് നമുക്കിവിടെ കാണുന്നത്. ഇതെന്താ ഒരു വലിയ കുട്ടി ഇരുന്ന് കാർ ഓടിക്കുന്നത്? കാസിനോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? കാസിനോയിൽ നമുക്ക് ഇതിൽ തന്നെ പോകാം. കാസിനോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചൂതാട്ട കേന്ദ്രമുണ്ട് കപ്പലിനകത്ത്. ഗാംബ്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ പരിപാടിക്ക് പോവാം. നമ്മൾ ഗാംബ്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ബട്ട് ദെൻ ഗാംബ്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കപ്പലിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാശ് പൊട്ടിക്കാം. പക്ഷെ പിന്നെ വേറെ രസമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ക്രൂയിസിന് ഇൻകം കിട്ടുന്ന ഗാംബ്ലിങ് പിന്നല്ലാതെ. അപ്പോൾ രാത്രി നമ്മുടെ കപ്പൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ക്ലോസ് ചെയ്തു. അതിൻ്റെ മേളിലൊക്കെ വല ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. സ്കൈ ബാർ ഓപ്പൺ ആണ്. ഇപ്പോൾ നമുക്കിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് തിരയിളക്കമോ കാറ്റിൻ്റെ ശബ്ദമോ അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഒന്നും കാണാനില്ല. തിര ഇടയ്ക്കുന്ന ഇവിടെ ഈ ഒരു കപ്പലിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാം. അതല്ലാതെ നമുക്ക് അവിടെ എവിടെയൊക്കെ എന്തോ കരകളൊക്കെ ഉണ്ട്, ലാൻഡൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ. അതല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് രാത്രി പോകുമ്പോഴേ. ശരിക്കും ഇത്രയും വലിയൊരു കപ്പൽ ഇത്രയും സ്പീഡിൽ പോകുന്നുണ്ടെന്ന് തന്നെ എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു അനക്കം പോലും ഇല്ല. ശരിക്കും സിംഗപ്പൂരിൽ നിന്ന് പോർട്ടിൽ നിന്ന് കപ്പലെടുത്തത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം അറിയുന്നത്. ഞാൻ ഉറങ്ങായിരുന്നു ആക്ച്വലി ആ സമയത്ത്. പിന്നീട് ഇറങ്ങി ബാൽക്കണി നോക്കിയപ്പോഴത്തേക്കിനും കപ്പൽ മൂവ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊരു മഴ പെയ്തായിരുന്നു. മഴ പെയ്തപ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം നനഞ്ഞ് നല്ല വെറ്റായിട്ടിരിക്കുകയാണ് ഫ്ലോറെല്ലാം. നമുക്ക് ഇതിൻ്റെ ആകാശ കാഴ്ച ഉണ്ടല്ലോ. ആണോ? ആകാശ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആണോ? അത് പൊക്കും. അത് നമുക്ക് ബുക്ക് ചെയ്യണേ. കിട്ടില്ല? അത് നമുക്ക് ചെയ്യണേ. നാളെ വരെ നമുക്ക് നോക്കി ചെയ്യണം അത്. അപ്പോൾ അതങ്ങനെ മൊത്തത്തിൽ ആ സാധനം ബുക്കുമായിരിക്കും അല്ലേ? നമുക്ക് മൊത്തം കാണാൻ പറ്റും. ഷിപ്പിന്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പുകക്കുഴലിൽ കൂടെ പുക പോകുന്ന കാഴ്ച വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. കണ്ടോ? ഇൻഡോർ സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ രാത്രി 11 മണി വരെ ഓപ്പൺ ആണ്.
പുറത്തെ പൂളുകളൊക്കെ 9 മണിയാകുമ്പോഴേ അടയ്ക്കും. അപ്പോൾ ഇൻഡോർ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോഴും നമുക്ക് ആളുകളെയൊക്കെ കാണാൻ സാധിക്കും. രാത്രി ആയപ്പോഴത്തേക്കിനും കുറവാണ്, പക്ഷേ എന്നാലും കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു രാത്രിയിൽ വന്ന് ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ. പൂളിൽ കടന്നുകൊണ്ടും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈനീസ് യുവതിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താല്ലേ, ആളുകൾക്ക് മൊബൈൽ എത്രത്തോളം അഡിക്ഷൻ ആണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കപ്പലിൽ നിന്നുള്ള ധാരാളം കാഴ്ചകൾ നമ്മൾ ഇനിയും കാണാൻ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കപ്പലിൽ ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഡിന്നർ കഴിക്കാനായിട്ട് പോകുമ്പോൾ ഞാനിതൊരു എപ്പിസോഡ് ആക്കാനുള്ളൊരു കണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഡിന്നർ വിഭവങ്ങൾ മാത്രമായിട്ട് നമുക്കൊരു എപ്പിസോഡ് ആക്കാൻ പറ്റുന്നുള്ളതാണ് രസം. ഇവിടെ സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തോട്ട് നോക്കാൻ പോകണ്ട. പ്രൊഫഷണൽ രൂപത്തിലുള്ള സ്പാ. അതെ, പിന്നെ ശരിക്കും ധാരാളം ഇവന്റുകൾ, അതായത് അത്യാവശ്യം സാമ്പത്തികമുള്ള ആളുകൾക്ക് ധാരാളം ഇവന്റുകൾ പ്ലാൻ ചെയ്യാം നമ്മൾക്ക് കപ്പലിൽ വെച്ചിട്ട്. നമുക്ക് കല്യാണമോ കല്യാണ പാർട്ടികളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് കപ്പലിൽ വെച്ചിട്ട്. അപ്പോൾ ഒട്ടേറെ നമ്മൾ ചെയ്തു കൊടുക്കും. ബോണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒട്ടേറെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നാളെ നമ്മൾ ബാക്കിയുള്ള കിട്ടിക്കൻ കാഴ്ചകൾ, കപ്പലിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ നാളെ കാണാം. ഒപ്പം സെയിലിങ്ങിൻ്റെ കുറേ ദൃശ്യങ്ങളും കാണാം.